മീഡിയക്കാരെ ചെറ്റത്തരതാ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാണ്ട്. മീഡിയക്കാരെ ചെറ്റത്തരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്താ ന്യൂസ് ആണെന്നറിയോ? തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നടത്താൻ. തൊപ്പിയുടെ ഫ്ലാറ്റിൽ എന്തായിരുന്നു? തമ്മനത്തെ തൊപ്പിയുടെ ഫ്ലാറ്റിൽ തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നടത്താണ് ന്യൂസ് വന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് ലൈവ് ചെയ്യുന്നത് ഇടുന്നത്. ഇതേ സ്ഥലം അറിയോ? ഇത് കളമശ്ശേരിയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് താമസിക്കുന്നത് കളമശ്ശേരിയാണ്. ആ വക്കീലിന് ഞാൻ ഇത് അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുക്കാൻ പറ്റും, വക്കീൽ നോട്ടീസ് അയക്കാൻ പറ്റും. നഷ്ടപരിഹാരം ആണെന്ന് തൊട്ട് നമുക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ പറ്റും. ഏതല്ല ചാനൽസ് ഏതെല്ലാം അറിയോ? റിപ്പോർട്ടർ TV, 24 ന്യൂസ്, ഞാൻ മറന്നു ഏതെല്ലാം ഉണ്ട്. ഒരു 3-4 ചാനലുകളുണ്ട്. MRZ തൊപ്പിയെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഗെയിമിംഗ് ഒക്കെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എന്താണെങ്കിലും തൊപ്പിയെ അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ തൊപ്പിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പൊ തൊപ്പിയെ അറിയാത്തവരും ഈ ഒരു വീഡിയോ കണ്ടിരുന്നോളൂ. കാരണം നിങ്ങൾക്കും കൂടെ ഉള്ള കുറച്ച് അറിവിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഒരു കേസിൽപ്പെട്ട് പോലീസുകാരൊക്കെ വന്ന് ഈ കൂട്ടുകാരനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സംഗതി വേറൊന്നുമല്ല, ഈ നിഹാദിന്റെ അന്ന് വാർത്താ ചാനലുകൾ വഴി നമ്മൾ അറിഞ്ഞ വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഹാദിന്റെ ഫ്ളാറ്റിൽ നിന്ന് നിഹാദിന്റെ ഡ്രൈവറിന്റെ ഒക്കെ ആയിട്ട് ഡ്രഗ്സ്, അതായത് മയക്കുമരുന്ന് കണ്ടുകിട്ടി. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഒരു തൊപ്പിയെ വന്ന് പോലീസുകാർ ഫ്ളാറ്റിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകളായിരുന്നു ഒരു മാസം മുമ്പ് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഇഷ്യൂയിൽ നിഹാദിനെ തൊപ്പിയെ വെറുതെ വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു തൊപ്പി ഈ ഒരു ലൈവ് പരിപാടിയൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പുള്ളിയുടെ ഫാമിലി പരമായിട്ടും പുള്ളിക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് പുള്ളി ഈ ഒരു ലൈവൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പാണ് കറക്റ്റ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതോ അതിന് മുമ്പാണോ? അല്ല, ഏകദേശം 1 മാസമായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പിന്നെ വാർത്താ ചാനലിലെ ന്യൂസ് ഒക്കെ നോക്കിയപ്പോൾ 1 മാസം മുമ്പുള്ള ന്യൂസാണ് ഇപ്പം 1-2 ചാനലിൽ ഞാൻ കണ്ടത്. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഇഷ്യൂവിനൊക്കെ ശേഷം ഇന്നലെ വൈകുന്നേരം ഈ തൊപ്പി എന്ന് പറഞ്ഞ നിഹാദ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. ആ ലൈവിൽ നിഹാദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിഹാദിനെ അറിയാത്തവർ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോ. കാരണം ഇതെല്ലാം നാളെ നമുക്കും വരും. സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഈ മാധ്യമങ്ങൾ കയറി അങ്ങോട്ട് നിരങ്ങും അവരുടെ കണ്ടന്റിന് വേണ്ടി. അതായത് അവർക്ക് കാശ് വേണം, TRP വേണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇച്ചിരി പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണോ അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു മൂഡിലേക്ക് ഈ ഒരു മാധ്യമങ്ങൾ പോയി എന്നാണ് ഇന്നലത്തെ ലൈവിൽ നിഹാദ് പറയുന്നത്. നിങ്ങൾ എന്തായാലും നിഹാദിന് പറയാനുള്ളത്, തൊപ്പിക്ക് പറയാനുള്ളത് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. തൊപ്പിയുടെ ഡ്രൈവർ ഇങ്ങനെ ന്യൂസിലാണ്. മീഡിയക്കാരെ ചെറ്റത്തരതാ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാണ്ട്. മീഡിയക്കാരെ ചെറ്റത്തരത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, എന്താ ന്യൂസ് ആണെന്നറിയോ? തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നടത്താൻ. തൊപ്പിയുടെ ഫ്ലാറ്റിൽ എന്തായിരുന്നു? തമ്മനത്തെ തൊപ്പിയുടെ ഫ്ലാറ്റിൽ തൊപ്പിയുടെ ഡ്രൈവർ മയക്കുമരുന്നുമായി പിടിയിൽ നടത്താണ് ന്യൂസ് വന്നത്. നിങ്ങൾ മീഡിയക്കാർ തെണ്ടികളെ തമ്മനെവിടെയാ? ഇതേടെ സ്ഥലം അറിയോ? ഞാൻ അത്ര കാലം ഇവിടെ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് ലൈവ് ചെയ്യുന്നത് ഇടുന്നത്. ഇതേ സ്ഥലം അറിയോ? ഇത് കളമശ്ശേരിയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ ഇവിടെ താമസിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് താമസിക്കുന്നത് കളമശ്ശേരിയാണ്. തമ്മനത്ത് ഏതോ ഫ്ലാറ്റിൽ നിന്ന് ആരതോ കയ്യിൽ നിന്ന് എന്തോ പിടിച്ചോന്ന് പോലും എനിക്കറിയില്ല, ഉറപ്പില്ല, എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. എന്നിട്ട് അതുമായിട്ട് എൻ്റെ ഡ്രൈവറിന് ബന്ധമുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, എൻ്റെ കുറെ കാലമായിട്ടുള്ള ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തൻസിയാണ്. ഓക്കെ, കുറെ ആൾക്കാർക്ക് അറിയാം, മുന്നേ ലൈവ് കാണുന്നവർക്ക് അറിയാം. എൻ്റെ പണ്ട് മുതലേ എൻ്റെ ലൈവിലായാലും IRL ആയാലും ഡ്രൈവറായിട്ട് നിങ്ങൾ കാണുന്നത് തൻസിന്നല്ലേ. തൻസി കഴിഞ്ഞ മാസം ജോലിക്കൊന്ന് ഒഴിഞ്ഞ്. അപ്പോൾ ഞാൻ പുതിയ ഒരാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് ഇവൻ വന്നിട്ട് ഭയങ്കര സ്നേഹം. ഇവനെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഗിഫ്റ്റ് തരാ, ഇത് ഭയങ്കര സ്നേഹം. ഞാൻ ഇവന് ജോലി കൊടുക്കാൻ വിചാരിച്ചു. നിങ്ങൾ കേൾക്കണം, ഇവൻ കയറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഇവനെ വന്നിട്ട് പോലീസ് പൊക്കിക്കൊണ്ട് പോയി. മനസ്സിലാവും? എനിക്ക് ഇങ്ങനെയുള്ള പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ ഇവന് എൻ്റെ വണ്ടീൻ്റെ താക്കോൽ കൊടുത്ത് ഇവൻ എൻ്റെ ഡ്രൈവറായിട്ട് ഏൽപ്പിച്ചിട്ട് കടലോ പോകുന്നുണ്ട്. എനിക്കൊന്നും ഇതൊന്നും അറിയില്ല. ഇവൻ എൻ്റെ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടു നോട്ടാണ് പോലീസുകാർ വന്നിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ വണ്ടിയും കൊണ്ടുപോയി. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങ് പറയാം, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. കൂടെ ഒരാളെ കൂട്ടുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? നമ്മളോട് സ്നേഹം കാണിച്ച് കൂടുതലായിട്ട് നമ്മുടെ അറ്റാച്ച് ചെയ്യാൻ വരുന്ന ആളുകളെ ഒരു 2 പ്രാവശ്യം ഒന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്കും നമ്മൾ കയറ്റാവും. കാരണം നാളെ ഇവൻ എന്താണ്, ഇവന്റെ പേരിൽ എന്തൊക്കെ വള്ളിയാണ് നമ്മുടെ നെഞ്ചത്തോട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം തൊപ്പി പറഞ്ഞ കണക്ക് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ തൊപ്പി പറഞ്ഞു വെക്കുന്നുണ്ട്. തൊപ്പി ഇപ്പൊ താമസിക്കുന്നത് കളമശ്ശേരിയിലാണ്. പറഞ്ഞ 8 മാസമായിട്ട് തൊപ്പി താമസിക്കുന്നത് കളമശ്ശേരിയിലാണ്. തൊപ്പിയുടെ വീട് അവിടെയാണ്, ഫ്ലാറ്റ് അവിടെയാണ്. പക്ഷെ ഈ ഒരു വാർത്താ ചാനലിലെ ഞാൻ ആ ന്യൂസ് ഒന്ന് കേൾപ്പിക്കാം, നിങ്ങളെ വെയിറ്റ് ചെയ്യുക. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതൊക്കെ തീർത്തിട്ട്
മാധ്യമങ്ങളിൽ വന്ന ഒരു ചാനലിൽ വന്ന ഒരു ന്യൂസും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനകത്തൊക്കെ പറയുന്നത് തമ്മനത്തെ വീടും അതുപോലെ തന്നെ തൊപ്പിയുടെ കയ്യിൽ നിന്നും തൊപ്പിയുടെ ഫ്ലാറ്റിൽ നിന്നും ഒക്കെ പൊക്കി, അല്ലെങ്കിൽ തൊപ്പിയുടെ ഈ ഒരു ഡ്രൈവറുടെ നിന്ന് കിട്ടി, ഫ്ലാറ്റിൽ നിന്ന് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ തൊപ്പി ഇവിടെ പറയുന്നത് തൊപ്പി തമ്മനത്ത് താമസിച്ചു പോലും ഇല്ല. തൊപ്പിയുടെ വീട് വരുന്നത് കളമശ്ശേരിയിലാണ്. അത് കൂടാതെ തൊപ്പിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടില്ല. ഡ്രൈവറിന്റെ കയ്യിൽ നിന്നും, തൊപ്പിയുടെ വണ്ടിയിൽ നിന്നും അല്ല, ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് അത് കിട്ടി. അതും തൊപ്പി പറയുന്നത് അവനെ ഇനി ഇതിനകത്ത് ആരെങ്കിലും കുടുക്കിയതാണോ, അതിനെപ്പറ്റിയൊക്കെ തൊപ്പി ഡീറ്റെയിൽ ആയിട്ട് ഒരു 1.5 മണിക്കൂറുള്ള ലൈവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ തൊപ്പി പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നുള്ളൂ, മെയിൻ ആയിട്ടുള്ള. ഇപ്പോ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, തൊപ്പി താമസിക്കുന്നത് തമ്മനത്തല്ല, കളമശ്ശേരിയിലാണ്. പിന്നെ എന്തുകൊണ്ട് അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ, അന്നത്തെ ചാനലിലെല്ലാം വന്നുകൊണ്ടിരുന്നത് തമ്മനത്തെ ഫ്ലാറ്റിൽ നിന്ന് പൊക്കി, തമ്മനത്തെ ഫ്ലാറ്റിൽ നിന്ന് പൊക്കി, തൊപ്പിയുടെ തമ്മനത്തെ ഫ്ലാറ്റ്? തൊപ്പിക്ക് അവിടെ അല്ല ഫ്ലാറ്റ്, തൊപ്പിക്ക് ഇവിടെയാണ് ഫ്ലാറ്റ്, കളമശ്ശേരിയില്. പിന്നെ അന്ന് എന്തിന് ഈ പയ്യനെ എടുത്ത് വെച്ച് താങ്ങി? ഓർത്ത് വെച്ചോ, നാളെ നമുക്ക് വരും കേട്ടോ. ബാക്കി കാണും. എൻ്റെ ബ്ലാക്ക് ഫോർച്യൂണർ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, ഇതാണ് എനിക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം. മനസ്സിലാ? അതായത് ഞാൻ ജോലിക്ക് ഒരു ട്രയലായിട്ടാണ് ഇവർ, ട്രയലായിട്ട് ഒരാഴ്ച നീ ഓടിച്ചു നോക്കടാ, അല്ലെങ്കിൽ ഒരു 10 ദിവസം നീ ഓടിച്ചു നോക്ക്, നീ ശരിയാകുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നീ ഒന്ന് ഓടിച്ചു നോക്കണം പറഞ്ഞിട്ട് ട്രയലായിട്ട് ഒരുത്തന്നെ ഞാൻ കയറ്റി നിർത്തിയാണ്. ഓൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ, അങ്ങനെ ആരോ എന്തോ ഈ മയക്കുമരുന്നായിട്ട് ബന്ധമുള്ള കേസ് ഉണ്ടായിന്. ഞാനങ്ങനെ അറിയില്ല അവര്. നീ ആവും മോനെ, നീ ആവും. നീ കാരണം നീ താമസിക്കുന്നത് കേരളത്തിലാണ്, ഇവിടെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? നീ ഒരു കാറിൽ പോവുക, ആ കാറിലിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തന്റെ എന്തെങ്കിലും ഒരു സാധനം, ചിലപ്പോൾ നമ്മൾ ബാക്കി ഇരിക്കുന്നവർ അറിയത്ത് പോലും ഇല്ല, അറിഞ്ഞു കാണത്തില്ല. പക്ഷെ ആ കൂടെ ഇരിക്കുന്നവന്റെ എന്തെങ്കിലും കിട്ടിയാലും നമ്മളെയും തൂക്കും, മനസ്സിലായില്ലേ? നമ്മളെ മറ്റേ പരിശോധനയ്ക്ക് അയക്കും. വൈദ്യ പരിശോധനയ്ക്ക് അയച്ച് നമ്മുടെ ദേഹത്തൊന്നും ഇല്ലെന്ന് കണ്ടാലും നമ്മളെ വെറുതെ വിടുവോ? ഇല്ല. കയറ്റാവുന്നോടത്തെല്ലാം കയറ്റി നാറ്റിക്കാവുന്ന മാക്സിമം നാറ്റിച്ചിട്ടേ നമ്മളെ വിടത്തുള്ളൂ. അതൊരു നിയമത്തിന്റെ ഒരു ഇതായിട്ട് അങ്ങനെ അത് ചെയ്യുന്നെന്ന് വിചാരിച്ചോ. പക്ഷെ ഈ മാധ്യമങ്ങൾ ഇല്ലാത്ത സാധനങ്ങൾ എന്തിനു അടിച്ചു വിടുന്നു? അതാണ് എന്റെ ചോദ്യം. ഈ തൊപ്പിയുടെ കേസില് അന്നത്തെ വാർത്ത നിങ്ങളൊന്ന് കേൾക്കണം. അന്ന് വെച്ച് താങ്ങ് ചെറുതൊന്നും അല്ല ചെറുക്കനെ, മനസ്സിലായില്ലേ? ബാക്കി ഞാനെങ്ങനെ ഇതാല് എടാ, മീഡിയക്കെതിരെ കേസ് കൊടുക്കണം വേണ്ട, ചാറ്റ് പറ. എന്നിട്ട് എന്തെല്ലാം മീഡിയയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇത് അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കൊടുക്കാൻ വേണ്ടി, വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി. നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ പറ്റും. ഏതല്ല ചാനൽസ് ഏതെല്ലാം അറിയോ? റിപ്പോർട്ടർ TV, 24 ന്യൂസ്, ഞാൻ മറന്നു ഏതെല്ലാം ഉണ്ട്, ഒരു 3-4 ചാനലുകളുണ്ട്. പക്ക ഫേക്ക് ന്യൂസ്, കട്ടക്ക അങ്ങനെ പക്ക ഫേക്ക് ന്യൂസ് അവിടെ അടിച്ചിറക്കുന്നവര്. എനിക്ക് ജാമ്യം പോലും വേണ്ടാന്ന് പറഞ്ഞാൽ കോടതി തന്നെ വിട്ടത്, മനസ്സിലാവും. പക്ഷേ ആ ചെക്കൻ വണ്ടി ഓടിച്ചോണ്ട് കേസിൽ ഇപ്പം വണ്ടിയുടെ സംശയം എന്താ എനിക്കറിയില്ല, മൊത്തം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എന്താ എനിക്കറിയില്ല. അവിടെ വണ്ടിന്നോ ഒരു സാധനവും പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ കേസുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. വണ്ടിയിൽ നിന്നും സാധനം പിടിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്നും സാധനം പിടിച്ചു. ഇവരെന്തെല്ലാം പറഞ്ഞാൽ തമ്മനത്ത് ഫ്ലാറ്റിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചത്. ഞാൻ ഇവിടെ കളമശ്ശേരിയുള്ള എന്നെ കുറിച്ചാണ് ഇവർ പറയുന്നത്. തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല, അതിനെക്കുറിച്ച് അവർ പറഞ്ഞത്. അവന്റെ ജീവിതത്തിൽ അവൻ തമ്മനത്ത് പോയിട്ടില്ല എന്നാണ് തൊപ്പി പറയുന്നത്. തൊപ്പി ഇപ്പോഴാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിശദീകരണം ഈ ഒരു വിഷയമായിട്ട് വരുന്നത്. ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അതോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല, കുറച്ചായില്ലേ. അപ്പൊ എന്താണെങ്കിലും തൊപ്പി ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ, ഞാൻ തമ്മനം കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ എനിക്ക് എന്റെ ഫ്ലാറ്റ് കളമശ്ശേരി. പിന്നെ എന്തിനന്ന് മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചിറക്കി? മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് തൊപ്പി. ഇപ്പം അഡ്വക്കേറ്റിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഈ ചാനലുകളെ പറ്റി, ഈ ചാനലിൽ വരുന്ന വാർത്തകൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഠമയെന്നും പറഞ്ഞാണ് ഇവന്മാർ വാർത്തകൾ അടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിനകത്ത് എത്ര എണ്ണം സത്യം, എത്ര എണ്ണം മറ്റേ പൊയ്, ഇതൊക്കെ നമുക്കറിയാൻ പാടില്ല. അപ്പം ഈ വാർത്താ ചാനലുകൾ കേൾക്കുന്ന നിങ്ങൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, വരുന്ന വാർത്തകളെല്ലാം അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങാൻ നിൽക്കരുത്. നമുക്കറിയില്ല സത്യാവസ്ഥ എന്താ, നമുക്കറിയില്ല. അവരെ വിശ്വസിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യമില്ല, നമ്മൾ കുറെ ആൾക്കാരെ തെറി പറയും. ഞങ്ങൾ ഈ റിയാക്ഷൻ ചാനൽ നടത്തുന്ന ആളുകളെ നിങ്ങൾ കുറെ പേര് തെറി പറയുന്നത് എനിക്ക് അറിയാറുണ്ട്. ലൈക്ക് നമ്മുടെയൊക്കെ കമന്റ് ബോക്സിലും വരാറുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഈ വരുന്ന വാർത്തകൾ നമ്മളും ഇതേ കണക്ക് ന്യൂസ് ചാനലിനെ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന കണക്ക്. അതുകൊണ്ടാണ് നമ്മളും ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ അവന്മാര് കൊടുക്കുന്ന വാർത്ത അവന്മാരുടെ TRP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്മാര് ചെയ്യുന്നതാണോ നമുക്ക് അറിയില്ലല്ലോ. ചില വാർത്തകളൊക്കെ നമ്മൾ സ്പോട്ടിൽ നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. അത് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ട്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്നതും നമുക്കറിയില്ല. ഇവന്മാര് ചിലപ്പോൾ ഇവന്മാരത് ഇപ്പൊ ഈ തൊപ്പിയുടെ കേസ് കണ്ടല്ലോ, അന്ന് എല്ലാവരും തൊപ്പിയെ മറ്റേ തള്ളി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ആ സത്യാവസ്ഥ തെളിഞ്ഞു. ഇപ്പൊ തൊപ്പിയുടെ പേരിൽ ആ ഒരു കേസൊന്നും ഇല്ല. തൊപ്പിക്ക് ജാമ്യം പോലും എടുക്കേണ്ട, തൊപ്പിയെ വെറുതെ വിട്ടു. കാരണം അവന്റെ ഒന്നും ഇല്ല, അവരത് ഉപയോഗിച്ചിട്ടില്ല, അവന്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. ആകെ ഉള്ളത് അവന്റെ കാറും കൊണ്ട് പോയവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. കാറിൽ നിന്ന് നല്ല പിടിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു സീനേ ഉള്ളൂ.
അതിനി അവനെ ആരെങ്കിലും പെടുത്തിയാണോ? തൊപ്പി അത് പറയുന്നുണ്ട് ഈ ലൈവില്. അവനെ ഇനി ആരെങ്കിലും പെടുത്തിയതാണോ, ഇനി ശരിക്കും അവൻ ഉപയോഗിക്കുന്നവരാണോ ഒന്നും നമുക്കറിയില്ല. എന്ന് വെച്ച് ഈ ആ കാർ ആരുടെയാണോ, ആ കാറിന്റെ ഉടമ ഇത് ഉപയോഗിച്ചു, അയാളുടെ വീട്ടിൽ നിന്ന് സാധനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കുന്നതിനകത്ത് എന്തെന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇനിയും തൊപ്പി വേറൊരു വിഷയം ഈ ഒരു ലൈവിൽ ഇന്നലെ സംസാരിക്കുന്നത് കേട്ടു. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിമർ കാസ്ട്രോയ്ക്ക് ഇട്ടിട്ടുള്ള ഒരു കൊട്ടാണ്. ഇത് വേറൊരു ഗെയിമറാണ്. ഇനിയിപ്പം ഗെയിമിംഗ് പരിപാടികളൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇനി ബാക്കി ഇത് അങ്ങോട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണും, അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടെ ബാക്കി ഒന്ന് കണ്ടു തീർക്കുക. ഈ ഒരു വിഷയം, ഈ ഒരു തൊപ്പിയുടെ ഈ ഒരു ഡ്രഗ് കേസുമായിട്ടുള്ളത്, ഈ ഒരു വിഷയമായിട്ടുള്ളത് ഇത്രയും മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി അതിനകത്ത് ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഏകദേശം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഒന്ന് നോക്കിക്കൂടുക, ഒന്ന് സൂക്ഷിച്ചോടുക. ഓരോരുത്തരെ ജീവിതത്തിലേക്ക് അടിപ്പിക്കുമ്പോഴത്തേക്ക് ഒന്നൊന്ന് നല്ല രീതിയിലൊന്ന് സ്കാൻ ചെയ്തൊക്കെ അടിപ്പിച്ചാൽ മതി. പിന്നെ മാധ്യമങ്ങളോട് ദൈവത്തെ ഓർത്ത് ആരുടെയും ജീവിതം ഇല്ലാതാക്കാതിരിക്കുക. എന്തിനാണ് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലാത്ത ഫേക്ക് ന്യൂസുകൾ അടിച്ചു കൊടുക്കുക. ഞാൻ തന്നെ 1-2 ചാനലിന്റെ ഇവന്മാര് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഈ പോസ്റ്ററുകൾ വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ പോസ്റ്റർ ഓരോ ചാനലിലും ഓരോ രീതിയിലാണ് ന്യൂസുകൾ വരുന്നത്. ഇതിലേതാ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനിയിപ്പോ ഏതെങ്കിലും ഇവന്മാര് തരുന്ന ഏത് ന്യൂസ് ആണെങ്കിലും അത് വിശ്വസിച്ചാൽ തന്നെ ചിലപ്പോൾ അതിന്റെ സത്യാവസ്ഥ ഇതായിരിക്കില്ല. മനസ്സിലായി? ഞാൻ അതുകൊണ്ടാണ് എപ്പോ ഒരു വീഡിയോ റിയാക്ട് ചെയ്താലും 2 പെർസ്പെക്റ്റീവ് നോക്കുന്നത്. പക്ഷെ ഇത് മാധ്യമങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒറ്റ കാര്യമേ ഉള്ളൂ പറയാൻ. അവരുടെ സൈഡിൽ നോക്കുമ്പോൾ എന്താ, അവർക്ക് ന്യൂസ് വേണം, അതിനു വേണ്ടി കിടന്ന് ഓടും. ഈ ഓടുന്ന പാവൻ റിപ്പോർട്ടേഴ്സിനോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടാക്കിയാലേ കാശും കിട്ടത്തുള്ളൂ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ അതുങ്ങൾ കിടന്ന് ഓടും. അവരുടെ സൈഡിൽ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. പക്ഷെ ആ കാണിക്കുന്നത് ഒരു പരിധി ആകുമ്പോഴത്തേക്ക്, പരിധി കൂടുതൽ മേപ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചില ആളുകളുടെ ജീവിതത്തെ അത് നല്ല രീതിയിൽ ബാധിക്കും. മനസ്സിലായില്ലേ? ഇനി തൊപ്പി കാസ്ട്രോ ആ ഒരു വിഷയം കൂടെ നമുക്കൊന്ന് നോക്കാം. എടാ ഞാൻ കാര്യം പറട്ടെ, കാസ്ട്രോനോട് അനക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഓനക്ക് വണ്ടി തരൂല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് ലൈവിൽ എന്താ പറഞ്ഞത്, ഞാൻ എന്താ പറഞ്ഞത്, ഓൻ്റെ ഭാഗത്ത് ഒരു തെറ്റൂല എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന് ശേഷം ഒരു പരിപാടി കാണിച്ചു. അതാണ് എനിക്ക് പൊട്ടിയത്. എനിക്ക് വണ്ടി തരാത്തതെല്ലാം ഒരാൾ ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ഞാൻ പറയട്ടെ, ഇതെന്ന് വെച്ചാൽ വണ്ടി സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, ഓക്കെ വാട്ടവർ. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു പരിപാടി ചെയ്തു. പണ്ട് ഒരു 1.5 കൊല്ലം മുന്നേ ഞാനും എൻ്റെ BMW, ഞാൻ ആദ്യമായിട്ടൊരു കാർ, നാനോയിലും ഇല്ലാത്ത ടൈമാണ് എനിക്ക്. ആ ടൈം ഞാൻ ആദ്യമായിട്ടൊരു കാർ കയറി, BMW കയറുന്നത്. എന്നിട്ട് ഓൻ സ്പീഡിൽ പോകുമ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു 1.5 കൊല്ലം മുന്നുള്ള വീഡിയോ. ആ വീഡിയോ ഇപ്പം എടുത്ത് ഇട്ടിട്ടാണ് അവന്. ഇപ്പം അല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടത്. പക്ഷേ അതാണ് എനിക്ക് പൊട്ടിയത്. അതാണ് ഞാൻ ഒരു BMW എടുത്തത്. മനസ്സിലാവും? അതൊക്കെ ആദ്യം എനിക്ക് ഇവൻ ചെയ്തത് ന്യായമായിട്ടുള്ള, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, വണ്ടി ഓടിക്കാൻ തരാത്തത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇവൻ എന്നെ എടുത്ത് വിറ്റ്. അപ്പം ഞാൻ ഇവനെ തിരിച്ചു വെക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഒരു കണ്ടന്റ് എന്നുള്ള ലെവലിൽ മറ്റേ വീഡിയോ ചെയ്തത്. മനസ്സിലാവും? എടാ സംഭവം എന്ന് പറഞ്ഞാൽ ആ കാസ്ട്രോൻ്റെ ഇഷ്യൂ കഴിഞ്ഞ് ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ BMW എടുത്തിന്. ഞാൻ വീഡിയോ ഇടേണ്ട മൈൻഡിലൊന്നും ഉണ്ടായില്ല. ഞാൻ വീഡിയോ ഇടാനുള്ള ഇതിലല്ല ഉണ്ടായത്. പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇത് മുടിയെല്ലാം പോയതിനു ശേഷം എനിക്ക് ആ BMW വീഡിയോ ഷൂട്ട് ചെയ്യാനല്ല എനിക്ക് എന്ത് കഷ്ടപ്പാടെന്ന് പറയാം. എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഭയങ്കര. ഓക്കെ, ഇത്രയും മതി. സംഗതി ഇവരെയൊക്കെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. ഈ കാസ്ട്രോ തൊപ്പി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഇവര് പുറത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴത്തേക്ക്, ഒരു ടെക് ഫെസ്റ്റ്, ഒരു ഗെയിം ഫെസ്റ്റ് എന്തോ പരിപാടിക്ക് എന്തോ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് തൊപ്പി പോയി കാസ്ട്രോയുടെ പുതിയ കാർ ഒന്ന് ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചപ്പോൾ തരത്തില്ല. അത് എന്റെ വണ്ടി, അത് ഞാൻ ഒരിക്കലും കാസ്ട്രോ കുറ്റം പറയില്ല. നമുക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു സ്വന്തമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഞാനേ ഓടിക്കുള്ളൂ. അത് വേറെ ആർക്കും ഞാൻ ഓടിക്കാൻ കൊടുക്കത്തില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, ആ കാറിനോടുള്ള സ്നേഹമാണ്. അത് തൊപ്പിക്കും മനസ്സിലായി. തൊപ്പി അടുത്ത ദിവസത്തെ, അതായത് ഈ പ്രശ്നം ഇങ്ങനെ കാസ്ട്രോ തരത്തില്ല എന്ന് പറഞ്ഞ് അത് നല്ല രീതിയിൽ കത്തി. തൊപ്പി ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈവ് ചെയ്താണ് അങ്ങോട്ട് പോകുന്നത്. ആൾക്കാരെല്ലാം കാസ്ട്രോയെ നല്ല തെറി പറഞ്ഞു. അടുത്ത ദിവസം തന്നെ തൊപ്പി ആ ഒരു ലൈവിൽ പറയുന്നുണ്ടായിരുന്നു കാസ്ട്രോയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഈ ഒരു സംഗതി കഴിഞ്ഞപ്പോഴത്തേക്ക്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കാസ്ട്രോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊപ്പിയെ കൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാറിൽ പോകുന്ന ഒരു വീഡിയോ, തൊപ്പി ഇങ്ങനെ കരഞ്ഞു കൂവി ഇവിടെ എന്നാ സ്പീഡാണെന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ പറ്റിയാണ് തൊപ്പി ഇപ്പൊ പറയുന്നത്. അത് നമ്മുടെ തൊപ്പിക്ക് അങ്ങോട്ട് പൊട്ടി. കാരണം ഈ ഒരു വിഷയം കഴിഞ്ഞ ഉടനെ നീ അതിട്ട് എന്നെ നാണം കെടുത്തി എന്നുള്ളൊരു മൂഡാണ് തൊപ്പിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് ഈ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ സ്ഥിരം കാണുന്നവർക്കേ അറിയുള്ളൂ. ഞാൻ അങ്ങനെ സ്ഥിരം എപ്പോഴും ഇവരുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു തൊപ്പി ആ ഒരു കാറിലിരുത്തി ഇങ്ങനെ പോകുന്ന, തൊപ്പി അലറുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണോ അതോ ഇവരുടെ ഈ വിഷയം കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണോ? എനിക്കൊരു സംശയം. എനിക്കത് 1 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ കാസ്ട്രോ അത് ഈ പ്രശ്നമൊക്കെ കഴിയുമ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരും കുറെ പേര് വിചാരിക്കാം ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഓടിച്ചതായിരിക്കും എന്ന്, അല്ലെങ്കിൽ കയറ്റിയിരുത്തി ഓടിപ്പിച്ചതല്ല നമ്മുടെ തുപ്പിയെ കൊണ്ട് പോയതാണെന്ന്. പക്ഷെ സെയിം കാറ് തന്നെ എന്തോ ചിലപ്പോൾ അതായിരിക്കാം, തുപ്പി പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നതായിരിക്കും. ഞാൻ തുപ്പി പറയുന്നത് തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്, തുപ്പിക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ, അല്ലെങ്കിൽ കാസ്ട്രോയ്ക്ക് അറിയുള്ളൂ. നേരത്തെ ചിലപ്പോൾ എടുത്തു വെച്ചതായിരിക്കാം. നേരത്തെ എടുത്തു വെച്ച വീഡിയോ ഈ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ നീ എടുത്ത് അപ്ലോഡ് ചെയ്താണെങ്കിൽ മോനെ നീ ചെയ്തത് വെറും ചെറ്റത്തിലല്ലേടാ മോനെ കുട്ടാ. അത് അപ്പം മനഃപൂർവ്വം എന്തോ ഒരു സാധനത്തിന് ചിലപ്പോൾ അവന്റെ കണ്ടന്റ് ഇല്ലായിരുന്നപ്പോ പഴയ സാധനം എടുത്ത് ഇട്ടു, ചിലപ്പോൾ അങ്ങനെ ആവാം കേട്ടോ. അവന്റെ ഭാഗത്തുനിന്ന് നമ്മളൊന്നും ചിന്തിക്കണമല്ലോ. പിന്നെ തുപ്പിയുടെ സൈഡിൽ നോക്കുമ്പോൾ തുപ്പിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് പൊട്ടി. തുപ്പിയെ നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ പ്രശ്നം കൊണ്ട് കഴിഞ്ഞ ഉടനെ ഞാൻ നിന്നെ കാറിൽ കൊണ്ടുപോയി പൊളിപ്പിച്ചതല്ലേ, നീ കൂവിയതല്ലേ എന്നുള്ളൊരു മൂഡിൽ എടുത്തിട്ടതാണെന്ന് തുപ്പി വിചാരിച്ചു കാണാം. മനസ്സിലായില്ലേ? അങ്ങനെയും കൂടി ഒരു സൈഡ് ഉണ്ട് ഇതിനകത്ത്. അപ്പോ എന്റെ ഒരു അഭിപ്രായം ഇതിനകത്തേക്ക് ഇത്രേ ഉള്ളൂ. തുപ്പി കാസ്ട്രോ വിഷയത്തിലേക്ക് ഞാൻ അധികം അങ്ങോട്ട് ചൊരയാൻ പോകുന്നില്ല. പക്ഷെ അതിന് മുമ്പുള്ള ഈ മാധ്യമങ്ങളുടെ ഒരുമാതിരി ചെറ്റത്തരമുണ്ട്. അത് ഞാൻ കാണിച്ചില്ലല്ലേ നിങ്ങളെ, ഞാൻ അതും കൂടെ കാണിക്കാം. അയ്യോ, അത് കാണിച്ചിട്ട് ഈ കാസ്ട്രോയുടെ വിഷയം പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒരു കുഞ്ഞൊരു ക്ലിപ്പ് ഞാനത് ഇവിടെ വെക്കുന്നില്ല കേട്ടോ, ഞാനത് ഇവിടെ വെക്കത്തില്ല. കാരണം ഒരു ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. ഇനിയും അവരെയും കൂടെ നമ്മൾ മറ്റേ ചൊറിഞ്ഞിട്ട് അവരുടെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണി തരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് തരാം. അന്ന് ഇവരെന്താ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് കേൾക്കേ. രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഖാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. നിഖാലിന്റെ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ പക്കൽ നിന്നും ഒക്കെയാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. തനേഷ് തമ്പി കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് തനേഷ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് SKN. തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നിഹാൽ എന്ന യൂട്യൂബർ മുമ്പ് പല വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാളുടെ വീട്ടിൽ നിന്നും പാലാരിവട്ടം പോലീസാണ് രാസലഹരി കണ്ടെത്തിയത്. നിഹാദിന്റെ 3 സുഹൃത്തുക്കളെ കൂടി പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് എത്തുന്നത്. ഈ പോലീസ് കേസെടുത്തതിന് പിന്നാലെ നിഹാദും 3 വനിതാ സുഹൃത്തുക്കളും ഇവർ ഒളിവിലായിരുന്നു. അതിനിടയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതി ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ് അറിയുന്നത്. നേരത്തെയും ഒട്ടേറെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളാണ് നിഹാദ് എന്നുള്ളത് കൊണ്ടും വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് എന്നുള്ളത് കൊണ്ടും ഒരു സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. SKN. ഓക്കെ, അപ്പൊ ഇത്രയും മതി, ഞാൻ കൂടുതലായിട്ടൊന്നും കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ ഇതിന്റെ തുടക്കം തന്നെ കേട്ടല്ലോ, നിഹാദിന്റെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സുഹൃത്തിന്റെ പക്കൽ നിന്നും ഒക്കെയാണ് കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ വീട്ടിൽ നിന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് തുപ്പി പറയുന്നത്. അതുപോലെ തന്നെ അവര് വേറെ ചാനലിലെ വാർത്തയിലും ഒക്കെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം. തമ്മനത്തെ വീട്ടിൽ നിന്ന് എടുത്തു പറയുന്ന ചാനലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഈ ഒരു ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നി. തമ്മനത്തെ വീടിന്റെ കാര്യമൊക്കെ പറയുന്നത് അവൻ തമ്മനെ കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇനി കൂടുതൽ അതിനകത്ത് വല്ല ചോദ്യവും ഉത്തരവല്ലോ ഉണ്ടോ? എന്താണെങ്കിലും ചില ആളുകളുടെ ഈ പ്രത്യേകിച്ച് യൂട്യൂബിലുള്ളവരെ തകർക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ മാധ്യമങ്ങൾ പ്രത്യേക ഒരു സുഖമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും ജനങ്ങളോടാണ്, ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ വരുന്നതും നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കുക. നാളെ നിങ്ങൾക്കും എനിക്കും ഒക്കെ ചിലപ്പോൾ ഇതേ കണക്കൊരു അവസ്ഥ വരാം. അതായത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളൊന്ന് എക്സ്പോസ് ചെയ്ത് കാണിച്ച് കുറച്ച് TRP എന്തെങ്കിലും അവർ ഈ ഒരു മോഡില് ചിലപ്പോൾ ചെയ്യുവടേ. അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ആരുടെയും ഒരു വാർത്തയും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് വിശ്വസിക്കണ്ട. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ.